എല്ലാ കൂട്ടുകാർക്കും ഈ ആഴ്ചയിലെ നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ ആഴ്ച നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാനെ കുറിച്ച് കുറേയധികം പുതിയ വിശേഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിന്റെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക, നമ്മുടെ സാം ക്യാപ്റ്റൻ അമേരിക്ക, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേറൊരു മാർവൽ ക്യാരക്ടറായിട്ടുള്ള ഒരു ഫൈറ്റും കൂടി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കുറേ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ ആഴ്ച എടുത്ത ന്യൂസിൽ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും സമയം വിലപ്പെട്ട. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ ഈ അടുത്തിടയിൽ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഇതിനു മുമ്പ് DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിനകത്ത് ലെക്സ് ലൂതറിനെ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ള ജെസ്സി ഐസൻബർഗിന്റെ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ വലിയൊരു പരാമർശം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ലെക്സ് ലൂതറിന്റെ ക്യാരക്ടറിനെ ചെയ്തിട്ട് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ എന്താ പറയുക, എൻ്റെ കരിയർ തന്നെ റൂയിനായെന്നൊക്കെയാണ് പുള്ളിക്കാരൻ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞ എന്താ ഒരു ലെക്സ് ലൂതർ ആയിട്ട് പോലും നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ തോന്നിയിട്ടില്ലായിരുന്നു. സ്നൈഡർ ചെയ്തിട്ടുള്ളതിൽ ഒരു വേസ്റ്റ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ കുറച്ചും കൂടി കൂടുതൽ മാർക്ക് സക്കർബർഗ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫേമസ് സൂപ്പർ വില്ലനെ അവതരിപ്പിക്കുന്ന ആക്ടറായിട്ടുള്ള ജെറാഡ് ലെറ്റോയുടെ പുതിയൊരു കാസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഹീ മാനിലെ ഐക്കോണിക് സ്കെലിറ്റോറിൻ്റെ ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ജെറാഡ് അണ്ണൻ തന്നെയാണ്. സോ ഇതിനു മുമ്പ് പുള്ളിക്കാരൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിയ ജോക്കറിനെ കൊണ്ട് തൊലച്ചു, മോർബിയസിനെ മോർബിംഗ് ടൈം ആക്കി. അപ്പം മിക്കവാറും നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് സ്കെലിറ്റോർ ടൈം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്, അല്ലാതെ ചുമ്മാ ജഡ്ജ് ചെയ്യുക കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പുതിയ ഹീമാൻ്റെ ലൈവ് ആക്ഷൻ സിനിമയ്ക്കകത്തുള്ള സ്കെലിറ്റോറിൻ്റെ ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും നമ്മുടെ ജെറാഡ് അണ്ണൻ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ടോം ഹോളൻ്റെയും ക്രിസ്റ്റഫർ നോളിൻ്റെയും പുതിയൊരു സിനിമ അനൗൺസ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന പല വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്പൈഡർമാൻ്റെ 4ാമത്തെ സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ടോം ഹോളണ്ടിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് പുതിയ അപ്ഡേറ്റ് ക്രിസ്റ്റഫർ നോളനായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ടോം ഹോളണ്ട് ഇത്രയും പറഞ്ഞ്, സത്യം പറയാലോ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ക്രിസ്റ്റഫർ നോളൻ പറയും ഞാൻ ചെയ്യും, അല്ലാതെ ഇപ്പം എനിക്ക് നിങ്ങളായിട്ട് പറയാൻ ഒരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഈ ഒരു സിനിമ അവർ മീൻ ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു വാമ്പയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. റോബർട്ട് പാറ്റിൻസനെയൊക്കെ അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം സിനിമയുടെ കുറച്ചും കൂടി പുതിയ വിശേഷങ്ങൾ കിട്ടുമ്പോൾ തന്നെ. ഹൊറർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ലീ കോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിനെ അറിയാവുന്നത് തന്നെയായിരിക്കും. കാരണം പുള്ളിക്കാരൻ തന്നെയാണ് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈവിൾ ഡെഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ്ലി നമുക്കറിയാം മമ്മിയുടെ ഫ്രാഞ്ചൈസ് അവർ വീണ്ടും റീബൂട്ട് ചെയ്യുക തന്നെയാണ്. ആൻഡ് ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് ലീ കോറിനെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു മമ്മിയുടെ സിനിമ ലഭിക്കട്ടെ. കാരണം കുറേ വർഷങ്ങളായി ഞാൻ ഇത്രയും പറയുള്ളൂ, ബ്രണ്ടൻ ഫേസറിനെ തിരിച്ചു കൊണ്ടുപോകാം. കാരണം പുള്ളിക്കാരൻ ഒരു കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് പുതിയതായിട്ട് നമുക്ക് മമ്മി സിനിമയിൽ ലഭിക്കാൻ പോകുന്നത് തന്നെ. അത് പറയുമ്പോൾ തന്നെ ജാക്ക് ബ്ലാക്കിൻ്റെയും പോൾ റോഡിൻ്റെയും പുതിയ അനാക്കോണ്ടയുടെ സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈയിടയ്ക്ക് സോണിയുടെ യൂട്യൂബ് ചാനലിനകത്ത് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ വരെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് 90കളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അനാക്കോണ്ട സിനിമയുടെ കുറച്ചും കൂടി അതിൻ്റെ ഒരു സീക്വൽ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീഇമാജിനേഷൻ ആണെന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് കുറച്ചും കൂടി കൂടുതൽ കോമഡി അഡ്വഞ്ചർ സിനിമ തന്നെയായിരിക്കും. ആൻഡ് അതൊക്കെയാണ് പോൾ റോഡും അതുകൂടാതെ തന്നെ ജാക്ക് ബ്ലാക്കും പറയുന്നത്. സോ നിങ്ങൾ അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടോ? നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഏത് അനാക്കോണ്ട ഫിലിമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. എന്നോട് ചോദിക്കുന്നത് ഒറിജിനലും ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡും എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു അനാക്കോണ്ടയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ചൈനീസ്, അതും സൂപ്പർ സിനിമയായിരുന്നു. യെസ്, നമ്മുടെ യുവാക്കളുടെ ഹരമായിട്ടുള്ള സിഡ്നി സ്വീനിയുടെ പുതിയ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് ദ ഹൗസ് മെയ്ഡ് എന്നാണ്. ആൻഡ് 2025 അവസാനത്തോടെ ആയിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളൊക്കെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പ്രെമിസസ് ഒന്നും നമുക്ക് സിനിമയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഇതിലെ കാസ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ 365 ഡേയ്സ് ആ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു സിനിമ ഫ്രാഞ്ചൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ആക്ടറും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അടുത്തൊരു സിഡ്നി സ്വീനി ഫിലിം നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. സോ ഈ ആഴ്ചയിലെ ഹോളിവുഡിലെ ബോക്സ് ഓഫീസിലേക്ക് നമ്മൾ നോക്കിയാൽ സോണിക് 3 എല്ലാ റെക്കോർഡും വെട്ടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ അടുത്തിടെ ഡിസ്നിയുടെ മുഫാസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനെ വരെ ക്രഷ് ചെയ്തു എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ നമുക്ക് ലഭിക്കുന്നത്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. സോണിക്ക് നമ്മുടെ ഇന്ത്യയിൽ അടുത്ത വർഷത്തോടെ ഇറങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ജാനുവരിയാണ്, ഫസ്റ്റ് വീക്കാണ് അതിൻ്റെ റിലീസ് ഡേറ്റ് വെച്ചിട്ടുള്ളത് തന്നെ. സോ സോണിക്ക് ബോക്സ് ഓഫീസിൽ കാശ് വാരിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് കാശ് വാരുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ നെറ്റ്ഫ്ലിക്സിൻ്റെ യുവിൻ്റെ ലാസ്റ്റ് ഫൈനൽ സീസൺ
യുവിൻ്റെ സീസൺ 5 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്കറിയാം ജോ ഗോൾഡ്ബർഗിൻ്റെ അവസാനത്തെ സീസൺ കൂടി തന്നെയായിരിക്കും ഇത്. ആൻഡ് ഇതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു ഒഫീഷ്യൽ 2-3 പോസ്റ്റേഴ്സും കൂടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സും സീസൺ 5 തിരിച്ചു വരാനും സാധ്യത കൂടുതലാണ്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ മാർവലിന്റെ ടിവിയുടെ ഹെഡ് ആയിട്ടുള്ള ബ്രാഡ് വിന്റർവം ഈ അടുത്തിടെ ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ പറയുന്നു വാട്ട് ഇഫിന്റെ ലാസ്റ്റത്തെ സീസണിലേക്കാണ് നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് അവർ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതും ഇനിയും തീരുന്നില്ല, ഇനിയും നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ കറന്റ്ലി അവർ ഇത് ഫൈനൽ സീസൺ ആണെന്നുള്ളൊരു കാര്യമാണ് ബ്രാഡ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ചെറിയൊരു അപ്ഡേറ്റും കൂടി ബ്രാഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കമാല ഖാൻ ഇനി വരാൻ പോകുന്ന മാർവലിന്റെ ചില പ്രൊജക്ട്സിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഏത് പ്രൊജക്റ്റാന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ ഐ ആം റിയലി എക്സൈറ്റഡ് ടു സീ കമാല ഖാൻ ഇൻ അപ്കമിങ് മാർവൽ പ്രൊജക്ട് എന്നാണ് പുള്ളിക്കാരന്റെ കമന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. യെസ്, ഇനി നമുക്ക് നേരെ നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാന്റെ സെഗ്മെന്റിലേക്കാണ് നമുക്ക് കടക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ടീസർ ട്രെയിലറിന് നല്ല റെസ്പോൺസ് ആണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം കുറേയധികം ആൾക്കാർ, കുറേയധികം ഫാൻസ് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് റോബർട്ട് പാറ്റിസന്റെ ബാറ്റ്മാനും അതുകൂടാതെ തന്നെ ഡേവിഡ് കോൺസുവിന്റെ സൂപ്പർമാനും ഈ ഒരു സെയിം യൂണിവേഴ്സിൽ നമുക്ക് ഇവരുടെ ഫോം ചെയ്യുന്നൊരു ജസ്റ്റിസ് ലീഗ് കാണാൻ സാധിക്കുമോ എന്നുള്ള പല ക്വസ്റ്റ്യൻസും ജെയിംസ് ഗണ്ണിനോട് ട്വിറ്ററിനകത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ജെയിംസ് ഗൺ അതിന് കൊടുത്തിട്ടുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് യൂണിവേഴ്സാണ്. DCUവിന് ഒരു സെപ്പറേറ്റ് ബാറ്റ്മാൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അവർ ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ തന്നെ അത് അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെ. സോ അതിലെ ബാറ്റ്മാൻ ആയിരിക്കും ഈ ഒരു DC യൂണിവേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം ബാറ്റ്മാൻ വലിയൊരു സെൻട്രൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് DC കോമിക്സിലേക്ക് നോക്കിയാൽ. പക്ഷേ മാട്രിക്സിന്റെ ബാറ്റ്മാൻ അത് തികച്ചും ഒരു എൽസ് വേൾഡ് സ്റ്റോറി ലൈൻ തന്നെയാണ്. കാരണം ജോക്കറിന്റെ കാര്യത്തിൽ തീരുമാനമായി, ഇനിയിപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ബാറ്റ്മാൻ അത് മാട്രിക്സിന്റെ അത് സെപ്പറേറ്റ് തന്നെയായിരിക്കും. ഇതുമായിട്ട് ഇപ്പോൾ എന്താണെങ്കിലും തൽക്കാലത്തേക്ക് ക്രോസ് ഓവർ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ജെയിംസ് ഗൺ കൺഫേം ചെയ്തായിരുന്നു. സോ അതുപോലെ തന്നെ ജെയിംസ് ഗൺ സൂപ്പർമാൻ്റെ ആ ഒരു പറക്കുന്നതിന്റെ കോറിയോഗ്രഫിയെ കുറിച്ചൊരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടോപ്പ് ഗൺ മാവറിക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ആക്ച്വലി സൂപ്പർമാൻ ഈ ഒരു സിനിമയ്ക്കകത്ത് സൂപ്പർമാൻ പറക്കുന്ന കാര്യങ്ങളും ആംഗിൾസും ഷോട്ട്സും ഒക്കെ അവർ ചെയ്തിട്ടുള്ളത് തന്നെ. കാരണം അതിനകത്ത് നമുക്കറിയാം ടോം ക്രൂസ് ജെറ്റ് പറത്തുന്ന രീതിയൊക്കെ നമ്മൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതേപോലത്തെ സീൻസ് ഒക്കെ കുറേയൊക്കെ നമുക്ക് സൂപ്പർമാൻ്റെ സിനിമയിലും കാണാൻ കഴിയുമെന്നാണ് ജെയിംസ് ഗൺ ഇപ്പോൾ പറയുന്നത് തന്നെ. അത് കട്ട് കോപ്പി പേസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം സിനിമ അറിയിക്കുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആൻഡ് ഇനി നമുക്ക് നേരെ നമ്മുടെ മാർവലിലേക്ക് പോകാം. നമുക്ക് വലിയ കുറേ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമയെക്കുറിച്ച് തന്നെയാണ്. യെസ്, ഈ സിനിമയ്ക്കകത്ത് എന്താണെങ്കിലും മാർവൽ കൺഫേം ചെയ്തിട്ടുണ്ട്. സാം വിൽസന്റെ ക്യാപ്റ്റൻ അമേരിക്ക VS റെഡ് ഹൾക്ക് ഫൈറ്റ് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതായത് ഇതിനകത്തുള്ള ക്യാപ്റ്റൻ അമേരിക്ക റെഡ് ഹൾക്കിനെ തോപ്പിക്കാൻ അത്ര കേപ്പബിൾ ആയിട്ടല്ല, അത്രയും സ്ട്രെങ്ത് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും വക്കാൻഡയുടെ വൈബ്രേനിയൻ ടെക് യൂസ് ചെയ്ത് തന്നെയായിരിക്കും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോണേ. ഇവർ ഫൈറ്റ് ചെയ്താൽ തന്നെയും ഇതിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ജയിക്കാൻ പോകുന്നില്ല. സാം എന്താണെങ്കിലും ജയിക്കില്ല. അതിപ്പോഴും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ജയിക്കാൻ, ചിലപ്പോൾ ജയിക്കില്ല. 50-50 ആണ് ഇപ്പോൾ ഏകദേശം റീസെൻ്റ്ലി നമുക്ക് മാർവലിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെ. സോ വൈബ്രേനിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മാർവലിൽ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് അഡമാൻഡിയത്തിനെ കുറിച്ചും അവർ ചെറിയൊരു ടീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അവർ കുറച്ചും കൂടി കൂടുതൽ മ്യൂട്ടൻസ് ആയിക്ക് വേണ്ടിയിട്ട് അവർ സേവ് ചെയ്ത് വെച്ചേക്കുക തന്നെയാണ്. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ വൂൾവറിൻ്റെ പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൻഡ് ക്യാപ്റ്റൻ അമേരിക്കയും തമ്മിൽ ഒരു ഫൈറ്റും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ചെറിയൊരു ടീസും കൂടി അവർ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ക്യാപ്റ്റൻ അമേരിക്ക VS വൂൾവറിൻ ഫൈറ്റ് കാണാൻ? പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് സ്പൈഡർമാൻ VS വൂൾവറിൻ, അല്ലെങ്കിൽ ഇവർ ടീം അപ്പ് ആകുന്നത് കാണാനാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് സ്പൈഡർമാൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ യെസ്, നമുക്ക് ഫൈനലി SSUവിനെ കുറിച്ച് സംസാരിക്കേണ്ടായി. യെസ്, എല്ലാവരും അടുത്തേക്ക് വരൂ. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ക്രേവൺ 1 ഫ്ലോപ്പ് തന്നെയായിരുന്നു, അതിപ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ നമുക്ക് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു പരാജയവും ദുരന്തവും തന്നെയാണ്. സോ ഇപ്പോൾ ഏകദേശം നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് സോണിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുക തന്നെയാണ്. സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് തീർന്നു, ടാറ്റ ബൈ ബൈ ഗയ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ തൽക്കാലം അവരെന്താണെങ്കിലും അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ക്രേവണിന് ഒരു 2ാം ഭാഗമൊന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ അടുത്തിടയിൽ എന്താണെങ്കിലും ഈ ആഴ്ച തന്നെ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ തന്നെയാണ്. അതിനകത്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ SSUവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ മിക്കവാറും ഇനിയിപ്പോൾ സ്പൈഡർമാൻ 4 ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ അവർ കൊണ്ടുവരാം. പക്ഷേ ഒരു ഫുൾ ഫ്ലെജ് ആയിട്ടുള്ള SSU ഫിലിംസ് നമുക്ക് ഇനി ലഭിക്കുമെന്ന് എന്താണെങ്കിലും തോന്നുന്നില്ല. കാരണം അറ്റ്ലീസ്റ്റ് വെനത്തിനൊക്കെ കുറച്ചെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലും ക്രേവന് ലഭിച്ചില്ല.
സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയുള്ള ന്യൂസും അപ്ഡേറ്റ്സിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. നിങ്ങൾ ഇതിനകത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഏതൊരു സിനിമ അല്ലെങ്കിൽ സീരീസ് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും നിങ്ങൾക്ക് ചെയ്യാവുന്ന തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മൾ 2025 എത്തുമ്പോഴെങ്കിലും നമുക്ക് എന്താണ് 100K എത്തണം. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്, ഒരു സെക്കൻഡ് പോലും വേണ്ട. സോ thank you so much for watching this video guys. Stay safe guys, stay awesome. See you guys next episode. Watch.